എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവാത്ത നിയമങ്ങൾ എന്താണ്? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. അന്ധതയുടെ വ്യാപാരികളായിട്ടുള്ള കുറെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. തലച്ചോറിൽ ഇത് കേറണ്ടേ? ഇത് ഏത് കാലത്താണ് ഇവർ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പുരോഗമനത്തിന്റെ ഒരു ഇത്തിരി മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലും കേറാത്ത അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾ മാറേണ്ടത്. എന്തടിസ്ഥാനത്തിലെ മുസ്ലിങ്ങൾ മാറേണ്ടത്? ഇസ്ലാം പറയുന്നത് ആണ് ആണാണ്, പെണ്ണ് പെണ്ണാണ്, മനുഷ്യൻ മനുഷ്യനാണ് എന്ന് പറയുന്ന ഇസ്ലാമിക മൂല്യത്തിൽ നിന്ന് ഞങ്ങൾ മാറേണ്ടത് ആണിന് പെണ്ണാകാം, പെണ്ണിന് ആണാകാം, മനുഷ്യന് പട്ടിയാകാം, മനുഷ്യന് പൂച്ചയാകാം, കഴുതയാകാം എന്ന് പറയുന്ന ഈ ലിബറൽ മൂല്യങ്ങളിലേക്കാണോ ഞങ്ങൾ മാറേണ്ടത്? ഈ കാണുന്ന തോന്യാസങ്ങളിലേക്കാണോ മുസ്ലിങ്ങൾ അതിനെ അവലംബമാക്കിക്കൊണ്ടാണോ മുസ്ലിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്? പെണ്ണിന്റെ അസ്തിത്വവും അഭിമാനവും അത് ഉയർത്തിപ്പിടിച്ച ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് പെണ്ണിനെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന, വസ്തുവൽക്കരിക്കുന്ന പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങളിലേക്കാണോ ഞങ്ങൾ മാറേണ്ടത്? പെണ്ണിന്റെ ശരീരത്തെ കാഴ്ച വസ്തുവാക്കിക്കൊണ്ട് അതിനെ വിപണിയിലെ ഒരു ഉപകരണമായി മാത്രം മാറ്റുന്ന ഈ ലിബറലിസത്തിന്റെ മൂല്യങ്ങളിലേക്കാണോ, അതിനെ അവലംബമാക്കിക്കൊണ്ടാണോ മുസ്ലിങ്ങൾ മാറേണ്ടത്? മനുഷ്യന്റെ ജീവനും അഭിമാനത്തിനും പവിത്രത പ്രഖ്യാപിച്ച ഇസ്ലാമിന്റെ മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ കോളനിവൽക്കരിച്ച് സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ട് ലോകത്തുള്ള ഈ മൂന്നാം കിട രാജ്യങ്ങളിലുള്ള ആളുകളെ അടിമകളാക്കിയ ഈ പാശ്ചാത്യന്റെ ആ ആശയങ്ങൾക്കനുസരിച്ചാണോ മുസ്ലിങ്ങൾ മാറ്റേണ്ടത്? നിങ്ങൾ പറയേണ്ടതുണ്ട് എന്തിന് ഞങ്ങൾ മാറ്റണമെന്ന്, അല്ലെ? എന്തടിസ്ഥാനത്തിൽ മാറ്റണമെന്ന്? പിറന്നു വീണ ഓരോ മനുഷ്യ കുഞ്ഞും, കുല്ലു ബനി ആദം, ആദമിന്റെ സന്തതികളായ ഓരോ മനുഷ്യനും അവൻ ആദരിക്കപ്പെട്ടവനാണ്, അവൻ ആദരവർഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞ ഇസ്ലാമിക മൂല്യത്തിൽ നിന്ന് ജനിച്ചു വീണ കുട്ടിയെ പോലും കൊല്ലാമെന്ന് പറയുന്ന, അംഗവൈകല്യമുള്ള കുട്ടികളെ നിങ്ങൾ കൊന്നാൽ കുഴപ്പമില്ലെന്ന് പറയുന്ന, 9 മാസമായ ഗർഭിണിയായെങ്കിൽ പോലും അവർക്ക് ഭ്രൂണഹത്യ ചെയ്യാമെന്ന് പറയുന്ന, കുട്ടികളെ കൊല്ലാമെന്ന് പറയുന്ന ഈ പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങൾ അനുസരിച്ചാണോ ഞങ്ങളുടെ മൂല്യങ്ങൾ മാറ്റേണ്ടത്? സന്താന നിയന്ത്രണം നടപ്പിലാക്കിക്കൊണ്ട് മനുഷ്യന്മാരെ ജനിച്ചു വീഴുക എന്ന് പറയുന്നത്, മനുഷ്യ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുക എന്ന് പറയുന്നത് ബാധ്യതയായി പഠിപ്പിക്കുന്ന, അതിതാ വലിയ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഈ ലിബറൽ മൂല്യങ്ങൾ, അല്ലെ, അത് മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ദൈവികമായ കാലാധിവർത്തിയായ എല്ലാ കാലത്തേക്കും എല്ലാ മനുഷ്യർക്കും യോജിക്കുന്ന ഈ മൂല്യങ്ങളെ ഞങ്ങൾ മാറ്റേണ്ടത് എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് പറയേണ്ടതുണ്ട്, വിശദീകരിക്കേണ്ടതുണ്ട് കാര്യകാരണ സഹിതം. വിവാഹത്തിലൂടെ അല്ലാതെ ലൈംഗിക ബന്ധങ്ങൾ നിഷിദ്ധമാക്കിക്കൊണ്ട് സുഭദ്രമായ ഒരു കുടുംബത്തെ സൃഷ്ടിച്ച ഈ ഇസ്ലാമിക മൂല്യത്തെ, ഈ ഇസ്ലാമിക സംസ്കാരത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വതന്ത്ര ലൈംഗികതയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന, അച്ഛനില്ലാത്ത തന്തയില്ലാത്ത സമൂഹങ്ങളെ സൃഷ്ടിക്കുന്ന പാശ്ചാത്യ ലിബറൽ മൂല്യങ്ങൾക്കനുസരിച്ചാണോ ഞങ്ങൾ മാറേണ്ടത്? എന്തിനാ ഞങ്ങൾ നോക്കി മാറേണ്ടത്? നിങ്ങൾ വിശദീകരിക്ക്. മാറണം 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 എന്ന് പറഞ്ഞാൽ പോരാ, എന്തടിസ്ഥാനത്തിൽ മാറണം, എന്താണ് അവലംബമാക്കേണ്ടത് എന്ന് പറയണം. ആ അവലംബമാക്കുന്ന ആശയത്തെ കൃത്യമായി സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്.